അതിക്രൂരമായി കൊലപ്പെട്ട ഷഹബാസിൻ്റെ കൊലയാളികളെ തിരിച്ച് കൊല്ലുമെന്നുള്ള ഒരു ഭീഷണി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇനി കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ ഈ വീഡിയോക്ക് ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഷഹബാസിനെ കൊന്നവർക്കെതിരെ തിരിച്ചു കൊല്ലും എന്നുള്ള ഒരു ഊമക്കത്ത് ജനങ്ങൾക്ക് എന്തുകൊണ്ട് തോന്നുന്നു എന്നുള്ളത് പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. ഷഹബാസിൻ്റെ കൊലപാതകത്തിന് ശേഷം ഒരുപാട് രീതിയിലുള്ള മീഡിയ ചർച്ചകളൊക്കെ വന്നിട്ടുള്ളതാണ്, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി മുഴങ്ങുന്നതിൻ്റെ പിന്നിലുള്ള വസ്തുതകൾ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ജനങ്ങൾക്ക് ഇങ്ങനെ ഊമക്കത്തെഴുതാൻ തോന്നുന്നു? എന്തുകൊണ്ട് ഇത്തരത്തിൽ ആ കൊലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളെ, പ്രതികൾ എന്ന് പോലും നമുക്ക് വിളിക്കാൻ അവകാശമില്ലാത്ത വിദ്യാർത്ഥികൾക്കെതിരെ എന്തുകൊണ്ട് ഭീഷണി വരുന്നു എന്നുള്ളത് കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട, വിലയിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഷഹബാസിനെ കൊന്ന അവൻ്റെ കൂട്ടുകാരന്മാർക്ക് ഭീഷണി മുഴക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ നിയമത്തിൻ്റെയും കൊലയാളികൾക്ക്, ക്രൂരന്മാരായിട്ടുള്ള ചെകുത്താന്മാർക്ക് നൽകുന്ന ശിക്ഷയുടെ കുറവ് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഷഹബാസിൻ്റെ കൊലപാതകത്തിന് ശേഷം വളരെയേറെ ഉയർന്നു കേട്ടൊരു ശബ്ദമായിരുന്നു ഇന്ത്യൻ നിയമങ്ങളിൽ, ശിക്ഷാ നിയമങ്ങളിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തണമെന്ന്. കൊന്നവനെ തിരിച്ചു കൊല്ലുന്നത് പോലെയുള്ള അറേബ്യൻ നിയമങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലെ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ പല കോണുകളിൽ നിന്നും ജാതി മത ഭേദമന്യേ പലരും ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഷഹബാസിനെ കൊന്നവരെ തിരിച്ചു കൊല്ലാനുള്ള ഈ ഒരു ഊമക്കത്തിനെ നമുക്കൊരിക്കലും പിന്തുണക്കാൻ കഴിയില്ല. ഒരുപാട് കമൻറ്റുകളൊക്കെ ഈ വീഡിയോക്ക് താഴെ കാണുകയുണ്ടായി. ഒരുപക്ഷെ ആ കമൻറ്റ് പോലും നിയമ നടപടികൾക്ക് വിധേയമാകാനുള്ള അംഗീകാരം, നിയമസാധുതകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. ഒരു രാജ്യമാകുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് കൃത്യമായ ഭരണഘടനയും ഓരോ കാര്യങ്ങളിലും കൃത്യമായി നിയമ സംവിധാനമുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഇന്ത്യക്കകത്ത് നിന്നിങ്ങനെ പറയാൻ നമുക്കൊരിക്കലും സാധ്യമല്ല എന്നുള്ളത്. വേണ്ടത് നമ്മുടെ രാജ്യത്തിലെ നിയമവ്യവസ്ഥകൾ മാറുക എന്നുള്ളതാണ്. കൊന്നവനെ തിരിച്ചു കൊല്ലുമ്പോൾ, നിയമത്തിലൂടെ തിരിച്ചു കൊല്ലുമ്പോൾ ഇത്തരത്തിലുള്ള ഊമക്കത്തുകളും ഇത്തരത്തിലുള്ള ഭീഷണി സ്വരങ്ങളും ഇല്ലാതെയാകും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഷഹബാസ് എന്ന് പറയുന്ന പാവപ്പെട്ട പൊന്നുമോന് അവൻ്റെ സ്വപ്നങ്ങൾക്കും അവൻ്റെ ഭാവികളിലേക്കൊക്കെ നടന്നു കയറുന്ന സമയത്താണ് ആ പൊന്നുമോൻ ജീവിതത്തിൽ നിന്ന് വിട പറയേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. തീർത്തും ഇത്തരത്തിലുള്ളൊരു ഭീഷണിയെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും പൊതുജനത്തിൻ്റെ ഒരു ആവശ്യവും പൊതുജനത്തിൻ്റെ വികാരവും ഈ ഒരു ഭീഷണിയിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അവസാനമായി നമുക്ക് ആ ഒരു ഭീഷണി മുഴക്കിയിട്ടുള്ള അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം. ഒരു ന്യൂസ് റിപ്പോർട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ മർദ്ദിച്ച വിദ്യാർത്ഥികളെ അപായപ്പെടുത്തുമെന്ന് ഊമക്കത്ത്. താമരശ്ശേരി GVHSSലെ പ്രധാനാധ്യാപകനാണ് കത്ത് ലഭിച്ചത്. സ്കൂൾ അധികൃതരുടെ പരാതിയിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തു. AK അഭിലാഷ് നമുക്കൊപ്പം. AK അഭിലാഷ്, ഷഹബാസിന്റെ കുടുംബം വലിയ രീതിയിൽ ഈ വിദ്യാർത്ഥികളുടെ പശ്ചാത്തലമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർക്കെതിരായ ഒരു വികാരം അത് പൊതുസമൂഹത്തിൽ പലയിടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കത്ത് കൂടി വന്നിരിക്കുന്നത്. എന്താണ് കത്തിലെ ഉള്ളടക്കം? തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ സ്കൂളിൽ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. പ്രധാനമായും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും പരാതികളും ഒക്കെ ഉയർന്നു വരികയും ചെയ്തു. പക്ഷേ